അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ഇലേക്കയ അബി എന്ന കവിത നാം പഠിച്ചു. ഇന്ന് അതിൻ്റെ തംരീനാത്തുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നുൻഷിദു ഷിഅറ ബി അൽഹാനിൻ മുഖ്തലിഫ. ഈ കവിത നമുക്ക് ചൊല്ലാം. ബി അൽഹാനിൻ മുഖ്തലിഫ, വ്യത്യസ്തമായ ട്യൂണുകളിൽ, രീതികളിൽ. അത് നിങ്ങൾ ചൊല്ലി നോക്കുക. അടുത്ത തംരീൻ നുൻഷിദുൽ അബിയാത്ത തുഷീറു ഇല ആമാലി തുഫ്ലി വനക്തുബു ഫിൽ ഖാന. ഈ ബൈത്തുകൾ നമുക്ക് ചൊല്ലി നോക്കാം. നുൻഷിദുൽ അബിയാത്ത, നമുക്ക് ബൈത്തുകൾ ചൊല്ലാം. ഏത് ബൈത്ത്? തുഷീറു ഇല ആമാലി തുഫ്ലി, കുട്ടിയുടെ ആഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്ന ബൈത്ത് നമുക്ക് ചൊല്ലാം. അതായത് മേലെയുള്ള കവിതയിൽ നിന്നും കുട്ടിയുടെ ആഗ്രഹങ്ങൾ പറയുന്ന ഒരു വരിയുണ്ട്. ആ വരി നമുക്ക് ചൊല്ലാം. എന്നിട്ട് വനക്തുബു ഫിൽ ഖാന, ആ വരി നമുക്കിവിടെ എഴുതാം. ഈ തംരീനുകൾ ചെയ്യുന്നതിന് മുമ്പ് ആ കവിത കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് കവിതയുടെ അർത്ഥങ്ങളും കവിതയും ഒന്നുകൂടെ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ തംരീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ചോദ്യം, നുൻഷിദുൽ അബിയാത്ത താലിയ, താഴെയുള്ള ബൈത്തുകൾ നമുക്ക് ചൊല്ലാം. താഴെ ഈ കവിതയിൽപ്പെട്ടതല്ലാത്ത മറ്റു ചില ബൈത്തുകൾ കൊടുത്തിരിക്കുന്നു. ആ ബൈത്തുകൾ നമുക്ക് ചൊല്ലി നോക്കാം. വനക്തശിഫു മിൻഹ, എന്നിട്ട് അതിൽ നിന്നും കണ്ടെത്താം മാ യുവാഫിഖു മദ്മൂന ശിഅരി ഇലൈക്കയ അബി. ഇലൈക്കയ അബി എന്ന നമ്മുടെ കവിതയുടെ മദ്മൂൻ എന്ന് പറഞ്ഞാൽ ഉള്ളടക്കം, ആശയവുമായിട്ട് യോജിക്കുന്ന ആശയമുള്ള ബൈത്ത് ഇതിൽ നിന്നും കണ്ടെത്താം. വനക്തുബു, എന്നിട്ട് അത് നമുക്ക് നോട്ട് പുസ്തകത്തിൽ എഴുതാം. അപ്പോൾ ഇവിടെ 3 കവിതയുടെ ബൈത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ബൈത്തുകൾ നമുക്ക് ചൊല്ലി നോക്കാം. എന്നിട്ട് നമ്മുടെ ഇലേക്കയ അബി എന്ന കവിതയുടെ അർത്ഥവുമായിട്ട് യോജിക്കുന്ന ബൈത്ത് ഇതിൽ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ കണ്ടെത്തുക. ഈ ബൈത്ത് നമുക്കൊന്ന് ചൊല്ലി നോക്കാം. അമാമൽ ബഹരി ഖദ് വഖഫ, കടലിൻ്റെ മുമ്പിൽ നിന്നു. സബിയുൻ യജ്മഉ സ്വദഫ, സബിയുൻ ഒരു കുട്ടി നിന്നു. യജ്മഉ സ്വദഫ, ചിപ്പികൾ ശേഖരിച്ചുകൊണ്ട്, കടലിലുള്ള ചിപ്പികൾ ശേഖരിച്ചുകൊണ്ട് കടലിൻ്റെ മുമ്പിൽ ഒരു കുട്ടി നിന്നു. വഹീനൽ മൗജ് ബല്ലലഹു, തിരമാല അവനെ നനച്ചപ്പോൾ. ബല്ലല എന്ന് പറഞ്ഞാൽ നനക്കുക. വഹീന ബല്ലല എന്ന് പറഞ്ഞാൽ നനച്ചപ്പോൾ. ഹീന അപ്പോൾ എന്നുള്ള അർത്ഥം കിട്ടും. അഹസൽ ബർദ, അവന് തണുത്തു. ഫർത്തജഫ, എന്നിട്ട് അവൻ വിറച്ചു. ഈ ട്യൂണ്, ഈ പദ്യത്തിൻ്റെ, ഈ കവിതാശകലത്തിൻ്റെ രീതി നമ്മുടെ കവിതയുമായിട്ട് യോജിക്കുന്നുണ്ട്. പക്ഷേ അർത്ഥം യോജിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. രണ്ടാമത്തെ കവിതയുടെ അർത്ഥം എന്താണെന്ന് നോക്കാം. ലഖദ് റബ്ബൈതനി, നിങ്ങൾ എന്നെ വളർത്തിയിരിക്കുന്നു. തിഫ്ലൻ, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ. അലൽ അഖ്ലാഖി വശറഫി, സൽ സ്വഭാവത്തിലായിക്കൊണ്ട് എന്നെ വളർത്തിയിരിക്കുന്നു. ബിദാലിക സിർതു മുർത്തഖിയൻ, നിങ്ങൾ അങ്ങനെ വളർത്തിയത് കാരണത്താൽ ഞാനിന്ന് ഉന്നതിയിലെത്തിയിരിക്കുന്നു. അയാ അബത്തി വദാ ഷറഫിൻ, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ. ഈ കവിതയുടെ, ഈ ബൈത്തിൻ്റെ ആശയം നമ്മുടെ കവിതയുമായിട്ട് യോജിക്കുന്നുണ്ടോ? ഇനി മൂന്നാമത്തത് അൽ ബിന്ദു തഫ്ഖർ ബിൽ അദബി, ഒരു പെൺകുട്ടിക്ക് അഭിമാനിക്കാം. ബിൽ അദബി, അവളുടെ സംസ്കാരം കൊണ്ട്. ലാ ബിൽ ഖറാബത്തി വൻ നസബി, കുടുംബ മഹിമ കൊണ്ടോ ബന്ധങ്ങൾ കൊണ്ടോ അല്ല. വജമാലുഹ ബിഹിസാലിഹ, അവളുടെ സൗന്ദര്യം. ബിഹിസാലിഹ, അവളുടെ സൽക്കർമ്മങ്ങളിലാണ്, സൽപ്രവർത്തനങ്ങളിലാണ്. ലാ ബിൽ ജവാഹിരി വദഹബി, എന്തുകൊണ്ടല്ല? സ്വർണം കൊണ്ടോ രത്നങ്ങൾ കൊണ്ടോ അല്ല അവൾക്ക് സൗന്ദര്യമുണ്ടാകുന്നത്, മറിച്ച് അവളുടെ സൽസ്വഭാവം കൊണ്ടാണ്. ഈ കവിത നമ്മുടെ കവിതയുമായിട്ട് അർത്ഥത്തിൽ യോജിക്കുന്നുണ്ടോ? ഇത്രയുമാണ് നോക്കേണ്ടത്. ഇനി അടുത്ത പേജിൽ അയ്യു ബൈത്തിൻ യുഷീറു ഇല ഹാദ തസ്രീഹ് താലി, ഇലേക്കയ അബി എന്ന കവിതയിലെ ഏത് ബൈത്താണ് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നത്? ഈ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് യോജിച്ച അർത്ഥമുള്ള ഏത് വരിയാണ് നമ്മുടെ കവിതയിലുള്ളത് എന്നാണ് കണ്ടെത്തേണ്ടത്. സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അൽ അബു, ഉപ്പ. യഗ്രിസുൽ മഅലൂമാത്തി, അറിവുകൾ നടുന്നു. വൽ മഹബത്ത, സ്നേഹവും നടുന്നു. ഫിൽ അത്ഫാലി, കുട്ടികളിൽ ഉപ്പ സ്നേഹവും അറിവുകളും നട്ടു വളർത്തുന്നു എന്ന അർത്ഥമുള്ള വരി നമ്മുടെ കവിതയിൽ നിന്നും ഏതാണ് എന്ന് കണ്ടെത്തുക. അടുത്തത് നുഅദ്ദു മുദക്കിറത്തൻ,
ഒരു മുദക്കിറത്ത്, ഒരു കുറിപ്പ് തയ്യാറാക്കാം. അൻ ഹിദമാത്തിൽ വാലിദൈനി, മാതാപിതാക്കളുടെ സേവനങ്ങളെ പറ്റി. ലിൽ അബ്നായി, മാതാപിതാക്കൾ മക്കൾക്ക് ചെയ്യുന്ന സേവനങ്ങളെ പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കാം. അലാ ലോ ഇൻ നിഖാത്തി താലിയ, അലാ ലോ ഇൻ നിഖാത്തി, താഴെയുള്ള നിഖാത്ത് പോയിന്റുകളുടെ വെളിച്ചത്തിൽ, അലാ ലോ ഇ വെളിച്ചത്തിൽ ഒരു കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. കുറിപ്പിൻ്റെ തുടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൽ ഉമ്മു തുറബി തുഫ്ലഹ ഫി ഖുലുഖിൻ ഹസനിൻ വഹിയ തസ്നഉ ലഹു അൽ ഗിദാ. ഉമ്മ തുറബി തിഫ്ലഹ, അവളുടെ കുട്ടിയെ വളർത്തുന്നു. ഫി ഖുലുഖിൻ ഹസനിൻ, സൽ സ്വഭാവത്തിലായിക്കൊണ്ട്. വഹിയ തസ്നഉ ലഹു, അവന് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു അൽ ഗിദാ, ഭക്ഷണം. ബാക്കി നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ്സൊക്കെ വെച്ചുകൊണ്ട് പൂരിപ്പിച്ചുകൊണ്ട് എഴുതണം. പോയിന്റുകളിൽ എന്തൊക്കെയാണുള്ളത്? അൽ ഗിദാ ഭക്ഷണം, അൽ മലാബിസ് വസ്ത്രങ്ങൾ, അസ്സിഹത്ത് ആരോഗ്യം, അത്തഅലീം വിദ്യാഭ്യാസം, അൽ അഖ്ലാഖുൽ ഹസന സൽസ്വഭാവം, അൽ ഇലാജു ഇൻദൽ മറൽ രോഗം ഉള്ള അവസ്ഥയിലുള്ള ചികിത്സ. ഇതൊക്കെയാണ് കുറിപ്പിന് വേണ്ടിയിട്ടുള്ള പോയിന്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പോയിന്റുകൾ വെച്ചുകൊണ്ട് എങ്ങനെ ഒരു കുറിപ്പ് തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ തയ്യാറാക്കാം. അൽ ഉമ്മു തുറബി തുഫ്ലഹ, ഉമ്മ തൻ്റെ കുട്ടിയെ വളർത്തുന്നു. ഫി ഖുലുഖിൻ ഹസനിൻ, സൽ സ്വഭാവത്തിലായിക്കൊണ്ട് വളർത്തുന്നു. ഖുലുഖുൻ ഹസനുൻ എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവം, ഖുലുഖ് സ്വഭാവം, ഹസൻ നല്ല. വഹിയ അവർ, ഉമ്മ തുഹല്ലിറു ലഹു അവന് നൽകുന്നു. ഹല്ലറ യുഹല്ലിറു എന്ന് പറഞ്ഞാൽ കൊണ്ടുകൊടുക്കുന്നു, നൽകുന്നു എന്നൊക്കെയാണ് അർത്ഥം. അൽ ഗിദാ ഭക്ഷണം. വൽ ഉമ്മു തുനല്ലിഫുൽ മലാബിസ, ഉമ്മ മലാബിസ് വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്നു. തുനല്ലിഫു എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുന്നു. അൽ മലാബിസ്, മലാബിസ് അത്തിഫ്ലി കുട്ടിയുടെ വസ്ത്രങ്ങൾ, മലാബിസ് വസ്ത്രങ്ങൾ, മലാബിസ് ഉത്തിഫ്ലി എന്ന് പറയുമ്പോൾ കുട്ടിയുടെ വസ്ത്രങ്ങൾ ഉമ്മ തുനല്ലിഫു വൃത്തിയാക്കുന്നു. ഇനി വൽ അബു ഉപ്പയാണെങ്കിലോ യസ്തരി ലഹു അവന് വേണ്ടി വാങ്ങുന്നു. ഇസ്തറ യസ്തരി വാങ്ങുക എന്നർത്ഥം. അദ്ദഫാത്തിറ നോട്ട്ബുക്കുകൾ വാങ്ങിക്കൊടുക്കുന്നു. വൽ ഹഖീബത്ത ബാഗുകൾ വാങ്ങിക്കൊടുക്കുന്നു, ബാഗ് വാങ്ങിക്കൊടുക്കുന്നു. വ ഷംസിയത്ത കുട വാങ്ങിക്കൊടുക്കുന്നു. ഇങ്ങനെയുള്ള എന്തൊക്കെ വാങ്ങിക്കൊടുക്കുന്നു അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ എല്ലാം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആഡ് ചെയ്തു. വൽ അബു യസ്തരി ലഹു അദ്ദഫാത്തിറ വൽ ഹഖീബത്ത വ ഷംസിയത്ത, പിതാവ് അവന് വേണ്ടി, യസ്തരി ലഹു എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി വാങ്ങിക്കൊടുക്കുന്നു. ഈ നോട്ട്ബുക്കും കുടയുമൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. യദ്ഹബുൽ അബു ബി തുഫ്ലിഹി ഇല ത്വബീബി, യദ്ഹബുൽ അബു ഉപ്പ പോകുന്നു, ബി തുഫ്ലിഹി തൻ്റെ കുട്ടിയെയും കൊണ്ട്, ഇല ത്വബീബി ഡോക്ടറുടെ അടുക്കലേക്ക്, ലിൽ ഇലാജ് എന്തിനു വേണ്ടി? ചികിത്സയ്ക്ക് വേണ്ടി അല്ലേ. രോഗം വരുമ്പോൾ ഉപ്പയാണ് ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടറുടെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നത്. ഇൻദൽ മറലി രോഗം വരുമ്പോൾ, ഇൻദൽ മറൽ എന്ന് പറഞ്ഞാൽ രോഗമുള്ള അവസ്ഥയിൽ. വയസ്തരി ലഹു എന്നിട്ട് അവന് വാങ്ങിക്കൊടുക്കുന്നു. അദ്ദവാ മരുന്നുകൾ വാങ്ങിക്കൊടുക്കുന്നു. വൽ ഉമ്മു ഉമ്മ തുഹാഫിദു അലാ സിഹത്തി തിഫ്ലിഹ, തുഹാഫിദു സംരക്ഷിക്കുന്നു, അലാ സിഹത്തി തിഫ്ലിഹ തൻ്റെ കുട്ടിയുടെ ആരോഗ്യത്തെ. സിഹത്ത് ആരോഗ്യം. ഉമ്മു തുഹാഫിദു അലാ സിഹത്തി തിഫ്ലിഹ ഉമ്മ തൻ്റെ കുട്ടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു. കുല്ല വക്തിൻ എല്ലാ സമയവും. ഉമ്മ സദാസമയം കുട്ടിയെപ്പറ്റി ജാഗരൂകയായിരിക്കും അല്ലേ. യഗരിസുൽ അബു വൽ ഉമ്മു ഉമ്മയും ഉപ്പയും നട്ടു വളർത്തുന്നു. യഗരിസു എന്ന് പറഞ്ഞാൽ നടുന്നു. അൽ അഖ്ലാഖ് അൽ ഹസന നല്ല സ്വഭാവം, സൽ സ്വഭാവം. ഫി ഖൽബിൽ അത്ഫാലി കുട്ടികളുടെ മനസ്സിൽ ഉമ്മയും ഉപ്പയും സൽ സ്വഭാവം നട്ടു വളർത്തുന്നു. ഇങ്ങനെ ഒരു കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇലൈക്കയ അബി എന്ന കവിത എഴുതിയ കവിയെപ്പറ്റി കുറച്ചു വാക്കുകൾ, കുറച്ചു സെൻറ്റൻസുകൾ കൊടുത്തിരിക്കുന്നു. അതെന്താണെന്ന് നോക്കാം. കവിയുടെ പേരെന്താണ്? അദ്ദക്തൂർ മുസ്തഫ മുഹമ്മദ് അബ്ദുൽ ഫത്താഹ്. അദ്ദേഹം വുലിദ ജനിച്ചു. ഫി ഇദ്ലബ് മിൻ ദൗലത്ത് സൂരിയ സിറിയയിലെ, ദൗലത്ത് സൂരിയ എന്ന് പറഞ്ഞാൽ സിറിയ രാഷ്ട്രം, സിറിയയിലെ ഇദ്ലബ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ദറസ ഫി കുല്ലിയത്തി തിബ്ബിൽ അസ്നാൻ അദ്ദേഹം പഠിച്ചു. ഫി കുല്ലിയത്തി തിബ്ബിൽ അസ്നാൻ കുല്ലിയത്തു തിബ്ബിൽ അസ്നാൻ എന്ന് പറഞ്ഞാൽ ഡെൻ്റൽ കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്. അതായത്
ദന്ത ഡോക്ടർ ആകാൻ വേണ്ടിയുള്ള പഠനം നടത്തുന്ന കോളേജാണ് ഡെൻ്റൽ കോളേജ്. അവിടെയാണ് അദ്ദേഹം പഠിച്ചത്. അദ്ദേഹം ദക്തൂർ എന്ന് നമ്മൾ മുമ്പിൽ കണ്ടു അല്ലേ, പേരിൻ്റെ മുമ്പിൽ. അത് എന്താണ്? അദ്ദേഹം ഒരു ദന്ത ഡോക്ടറാണ്. അല്ലഫൽ അഷ്ആറ, അദ്ദേഹം കവിതകൾ രചിച്ചു. അല്ലഫ എന്ന് പറഞ്ഞാൽ രചിച്ചു. വൽ ഖിസസ, കഥകളും രചിച്ചു. വൽ മസ്റഹിയാത്തി, പിന്നെ എന്തും രചിച്ചു? നാടകങ്ങളും രചിച്ചു. ലിൽ അത്ഫാലി, കുട്ടികൾക്ക് വേണ്ടി. വമിൻ കുതുബിഹി അൽ മഷ്ഹൂറ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങളിൽപ്പെട്ടതാണ് ഹിക്കായാത്തു സിന വ ഉമ്മുന അത്തൊബിഅ എന്നീ 2 പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങളിൽപ്പെട്ട 2 അൽ മുഅ്ജം, ഇവിടെ നമ്മുടെ പാഠഭാഗങ്ങളിലെ അർത്ഥങ്ങൾ കൊടുത്തിരിക്കുന്നു. അതൊക്കെ നോക്കി മനസ്സിലാക്കുക. ഇനി ഈ ഭാഗത്ത് നിങ്ങൾ എഴുത്ത് പരിശീലിക്കാൻ വേണ്ടിയുള്ള ഭാഗമാണിത്. ഇവിടെ നോക്കിയിട്ട് ഈ എഴുത്തുകൾ ഇവിടെ എഴുതിക്കൊണ്ട് പരിശീലിക്കുക. ഇത്രയുമാണ് നിങ്ങളുടെ 1ാമത്തെ യൂണിറ്റിലുള്ളത്. ഇതോടെ 7ാം ക്ലാസ്സിലെ അറബിക്കിലെ 1ാമത്തെ യൂണിറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അത്തൽഹിയ എന്ന ഈ 1ാമത്തെ യൂണിറ്റിലെ കൈഫ അൻസ ഉമ്മി എന്ന മുഫക്കറ ഡയറിക്കുറിപ്പും അൻത ജൗഹറത്തി എന്ന കഥയും ഇലൈക്കയ അബി എന്ന ഷിഅറും നാം പഠിച്ചു കഴിഞ്ഞു. ഇവയുടെയൊക്കെ തംരീനുകളും നാം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്നുകൂടെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അറബിക് ഓൺലൈൻ ക്ലാസ് എന്ന ഈ യൂട്യൂബ് ചാനലിലെ STD7 എന്ന പ്ലേലിസ്റ്റിൽ പോയി നോക്കേണ്ടതാണ്. അവിടെ ആ പ്ലേലിസ്റ്റിൽ ഈ 7ാം ക്ലാസ്സിലെ ഈ 1ാമത്തെ യൂണിറ്റിലെ ഇതുവരെ എടുത്ത എല്ലാ പാഠങ്ങളുടെയും വീഡിയോകൾ അവിടെ കാണാവുന്നതാണ്. നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത പാഠം അടുത്ത വീഡിയോയിൽ എടുത്തു തുടങ്ങാം.